മത്സരം കേട്ടോ. ചിറ്റമ്മളോട് ഉമ്മ മത്സരം. ഓ ശൂത്രം പറയാടി ചെവിയില് ഒന്നും അറിഞ്ഞിട്ട് വന്നാണോ മോൻ? മമ്മി ഒന്നും അറിഞ്ഞിട്ട് വന്നാണോന്ന്? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. സിന്ധമ്മ വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും ഹാപ്പി വീഡിയോ കേട്ടോ. എല്ലാരും ഉണ്ടായിരുന്നു, കുട്ടായിയൊക്കെ പോയി, എല്ലാരും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. വിഷുവിന് മുമ്പായിട്ട് ഞങ്ങളുടെ 3 വീടുകൾ വന്നു ഉണ്ടായിരുന്നു. കുട്ടായിക്കാർ ഇങ്ങോട്ട് വന്നു. ചേച്ചി വന്നാലും അച്ഛൻ വന്നാലും ഉണ്ണി വന്നാലും ചേച്ചി വീട്ടിലാക്കി ചെല്ലുമ്പോ അവിടുത്തെ എല്ലാം കൂടെ പറക്കി കൊണ്ടുവരും. അടുത്ത വീട്ടിൽ അങ്ങനെയാണ്. അത് ഇന്നത്തെ ഒന്നുമല്ല, നമുക്കിപ്പോഴല്ലേ ഈ വീഡിയോ ഒക്കെ. വീഡിയോ ഒന്നും ഇല്ലാത്തപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അതെ, താരം വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സംസാരിക്കും, രണ്ടുപേരും സംസാരിക്കും. അപ്പൊ ചേച്ചി വന്നത് ഞങ്ങളെ കൂടപ്പുറപ്പുണ്ട് എല്ലാവരുടെയും വീടൊന്ന് ഉഷാറായി. നല്ലൊരു അതിനെ ഒളിഞ്ഞു നോക്കുന്നു, സൈക്കിൾ ഓടിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ. ഒത്തിരി സന്തോഷം കിട്ടും, പോസിറ്റീവ് എനർജി പോയവര് നമ്മുടെ സുന്ദരിയും കൂട്ടി വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ദോശ കരിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല, ദോശ അടുപ്പായിരിക്കുക. കൈക്കൂലിയൊക്കെ കൊടുത്തോ? ഓ ഇത് എന്റെ ചേച്ചിക്കുട്ടി മേടിച്ചത് ശാരിയാണല്ലോ കൊടുത്തേക്കുന്നേ. ഇല്ലേ? അവിടെ എല്ലാവരും ഫേമസ് ആക്കി അമ്മൂന്റെ കാറെ കയറി ഛർദിക്ക്. ആണോ? അപ്പൊ നമ്മളെ സുന്ദരി അമ്മക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് മണ്ട കൊണ്ടുപോകണമേ. അവൻ തന്നെ പഠിക്കാൻ പറ്റില്ല. രണ്ടൊന്നും ആ ഉണ്ണിങ്ങോട്ട് പിടിച്ചിരിക്കും. ദോശ എടുപ്പ കിടക്കുക. നോക്കാൻ പറ്റാ. ഇച്ചിരി ജലദോഷവും പനിയൊക്കെ പറഞ്ഞപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്ന ഐസ് തിന്നു കേട്ടോ. പക്ഷെ രണ്ടൊന്ന് ചോറ് തിന്നു. ഇന്ന് ഒത്തിരി ദിവസം കൂടി ഐസ്ക്രീം കൈക്ക് കൊടുത്തിട്ട് ചോറ് കൊടുത്തപ്പോ തിന്ന്. അവര് വന്ന് ദോശ കഴിക്കുന്നു. ചായ കുടിക്കുന്നു. എന്നിട്ട് അവര് കട കയറിയോ കഴിക്കാൻ? കട കയറിയോ കഴിക്കാൻ? ആണോ? എന്നാ പിന്നെ നിങ്ങളോട് കയറി പോട്ടോ കഴിച്ചിട്ട് വരാൻ വേണ്ട. മീൻ മേടിച്ചിട്ട് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് പിരിഞ്ഞു പോകുന്നല്ലേ. മീൻ മേടിക്കണം, എനിക്ക് മുറുക്കാൻ മേടിക്കണം, നാരങ്ങ മേടിക്കണം. അങ്ങനെ ഞങ്ങൾ കയറി പോകുന്നു. ഇറങ്ങിയില്ല എന്നാ നേരെ പൊറോട്ട മേടിച്ചോണ്ട് വീട്ടിൽ പോയി കഴിക്കത്തുള്ളൂ. വീട്ടിൽ പോയി കഴിക്കത്തുള്ളൂ. കറി അവള് വെച്ച് വെച്ച് കാണും. സിന്ധു വന്നോ? ആണോ? ഞാനത് ആണോ? കപ്പ ബിരിയാണി കുറച്ചേ ഉള്ളൂ. ഉണ്ടോ? എന്നാ അത് എല്ലാം കൂടി ഇപ്പൊ കഴിച്ചിട്ട് വരും. അപ്പൊ അവര് ചോറ് കഴിക്കാറാകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വരും. കുട്ടാരോടെ ഒന്ന് കയറിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നെല്ലാം നമ്മുടെ പരിപാടികൾ ചെയ്യാം. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും ഒന്ന് വാഗോട് ഞാൻ ആദ്യം വരുമല്ലേ ഈ വീട്ടിൽ. അമ്പിളിയുടെ സന്തോഷമായി. മിച്ചം കൂടെ എങ്ങനെയൊക്കെ ഒന്ന് പതിച്ചു കൊടുക്കും. എന്റെ വാക്കുട്ടാ എനിക്ക് പറയാ ശരിയാക്കി. ഇന്നലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവളെ അയ്യോ ഇന്നലെ ഈ കൊച്ചിനെ കണ്ടോ ഇവളെ അങ്ങനെ ഇങ്ങനെ ആരോടും അത്ര എടുത്തില്ല. ചിപ്പിയോടും നിധിയോടും ഇപ്പൊ ഇച്ചിരി അടുപ്പമുണ്ട്. ആണോ? അയ്യോ ഭയങ്കര ഇഷ്ടം ഉണ്ണിയുടെ പെണ്ണിനെ. ഉണ്ണി പറഞ്ഞു വന്നാൽ ഐസ് മേടിച്ചു തരാം, എന്റെ കാശ് ഐസ് അത് കേട്ടോണ്ട് ചാടിച്ചു പോയതാ. അല്ല ഇന്നലെ വൈകിട്ടും അതെന്നേ. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ഇച്ചിരി വീഡിയോ എടുത്തിട്ടുണ്ട്. രേഷ്മയുടെ ഉണ്ണിയുടെ പെണ്ണിന്റെ കൂടെ കളിയോ കളിച്ചിരി അല്ലല്ലോ. നിധിയുടെയും ചിപ്പിയുടെയും കൂടെ മാത്രമാണ് ഇപ്പം വന്നാൽ ഇവിടെ വന്നാൽ ഇച്ചിരി ഒന്ന് നേരം പോകുന്നേ. പക്ഷെ അവള് ഇന്നലെ ഭയങ്കര തകർപ്പായിരുന്നു. രേഷ്മയുടെ കൂടെ മാമിയുടെ കൂടെ ഭയങ്കര തകർപ്പായിരുന്നു. ഒത്തിരി ദിവസമായി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ തിന്നിട്ട്. അതുകൊണ്ടങ്ങ് കൊതിയായി പോയെന്ന് തോന്നുന്നു. അമ്മൂമ്മ എന്നെ ഈ കുനിഞ്ഞിരുന്ന് പണി നിങ്ങൾ വിചാരിക്കും അല്ലേ. കപ്പ ഞുറുക്കാണ് കേട്ടോ. കപ്പ പൊളിച്ച് ഞുറുക്കിക്കൊണ്ടിരിപ്പുണ്ട്. കപ്പയാ? സിന്ധുമമ്മി അവിടെ എന്താ പരിപാടി? കരിമീനോ? ഞങ്ങള് കുറഞ്ഞ സാധനമൊന്നും പിടിക്കത്തില്ല. ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനൊക്കെ വന്നപ്പോ ഞങ്ങള് കരിമീൻ ഫ്രൈ ചെയ്യും. പിന്നെ അവിടെ കിട്ടത്തില്ലാത്ത പോർക്ക. അപ്പം ഞാൻ ഇച്ചിരി ഇഷ്ടമുള്ളത് പോർക്കാന്നാ പറഞ്ഞേ. അപ്പൊ അനിയച്ചാര് പോർക്കൊക്കെ മേടിച്ചോണ്ട് തന്ന് കറി വെച്ചു.
കുടഞ്ഞെണ്ണ കാണാൻ കൊതിയായിരുന്നു. എന്നാന്ന് ചേട്ടാ എന്നെ കാണുന്നുണ്ടല്ലോ, കുടഞ്ഞെണ്ണ ഒത്തിരി കാലമായിരുന്നു വന്നിട്ട്. അതെ, ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞ ഇത് കരിമീൻ തന്നെയാണോ? ഇത് കേരള കരിമീൻ. കേരള കരിമീൻ, അതായത് പാവങ്ങളുടെ കരിമീൻ. ശിലോപ്പി കരിമീൻ ഉണ്ടായിരുന്നു കേട്ടോ. 380 രൂപ. അതുപോലെ കൊഞ്ചുണ്ടായിരുന്നു വലിയത്, കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചില്ലേ, അതിന് 390 രൂപയാണ്. 400 രൂപ 1 കിലോയ്ക്ക്. പൊളിച്ചാ എന്തെങ്കിലും ഉണ്ടോ? വേണ്ടെന്ന് ചോദിച്ചെന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ വെച്ചോ. അത്രയും രൂപയ്ക്കൊന്നും മേടിച്ച് തിന്നാൻ നമ്മൾ വളർന്നിട്ടില്ല. അങ്ങനെ ഇത് വറക്കാനാണോ? എല്ലാരോടും കൂടെ ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരും കേട്ടോ. വരും. അപ്പൊ ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ ഇതിങ്ങനെ തന്നെ വലുതായിട്ട് തന്നെ വറക്കാന്നോ? മുറിച്ചിട്ട് വറക്കാം. നല്ല വലുതായിട്ട് വറക്കണം, വലുതായിട്ട് വറക്കാം. ഇത് എത്ര കഷ്ണമുണ്ട്? കുറെ പീസുണ്ട്. 1 കിലോ 1.5 കിലോ മേടിച്ചേ. ഇപ്പൊ എന്തായാലും അമ്മ അതവിടെ റെഡിയാക്കട്ടെ കേട്ടോ. എനിക്ക് ചെറിയൊരു പണി അമ്മ തന്നിട്ടുണ്ട്. എന്നാ മുറിച്ച് വറുത്താ മതി. 2-3 ഒക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് വറക്കാം. 2 ആക്കാണ്ടേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതിനുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ പണിയിലോട്ട് പൊക്കോട്ടെ. അറിഞ്ഞിട്ട് വന്നാണോ മോൻ? മമ്മി വന്നെന്ന് അറിഞ്ഞിട്ട് വന്നാണോ? അല്ല ചോറിനാവുന്നു ഇതുവരെ അറിയില്ലല്ലോ. ഞാൻ ചുമ്മാ വന്നു. ആണോ? എന്നെ കാണാനല്ലേ? അമ്മ ഉണ്ടോന്ന് എനിക്കറിയാം. എന്റെ മരുമകൻ വന്നിട്ടുണ്ടല്ലോ. അമ്മ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. അത് മകൻ 7-ാം കൂലിയല്ലേ? കൂലിയല്ല, 3-ാമത്തെ കൂലിയാന്ന് ഞാൻ പറയാം. എന്റെ 2ാമത്തെ മരുമകൻ ഒന്നും എനിക്കറിയില്ല. എത്ര പൂശ തലയില്? ഒന്ന് കുത്തിക്ക്. ഇപ്പഴത്തെ കുത്തി എനിക്ക് ഒത്തില്ല. എന്റെ പൊന്നെ, ഇത് എത്രയാണോ തലയില് കുത്തി വെച്ചേക്കുന്നേ? ഒന്ന് ജോലി കുത്തി. ഇതാണോ? രണ്ടും മറ്റേ ചെറുത് ചെറുത് ഇരിക്കത്തില്ല. അതെയോ? ഇതില് ആരൊക്കെയായിരുന്നറിയോ? പട്ടിക്കുഞ്ഞിന്റെ പപ്പ. ഇതിലെ പട്ടിക്കുഞ്ഞിന്റെ പപ്പയൊക്കെ വന്നോ? പട്ടിക്കുഞ്ഞിന്റെ പപ്പ വരും. ഓ, കുട്ടായി പപ്പയോ? കുട്ടായി പപ്പയ്ക്ക് കുഞ്ഞുവാവകളുണ്ട് കേട്ടോ വീട്ടില്. ചേച്ചി വരും. പിന്നെ ഇത് ചാന്തയമ്മ വരും, വെള്ളിച്ചൻ വരും. ഇതിലാണ് മറ്റേ ഐസ് മേടിച്ചു തരാന്ന് ചേട്ടായി വരും. അത് ഞങ്ങള് നോക്കി. എല്ലാവരും വരും കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും അകത്തുണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഓരോന്നോ ചെയ്തോണ്ട് നടക്കുകയാണേ. എന്താണ് അവിടെ? കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, മീൻ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്, ഇല തുടച്ചു വെച്ചിട്ടുണ്ട്, പഴം മേടിച്ച് വെച്ചിട്ടുണ്ട്, പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. കറികളൊക്കെ ഓരോ സ്ഥലം. അത് വെന്തെന്ന് തോന്നല്ലോ. ഊറ്റണം വെന്തു. മുഖമൊക്കെ കഴുത. രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുക രാവിലെ. അയ്യോ, പുത്തശ്ശിക്ക് ഐസ് മേടിച്ചു കൊടുക്കണമെന്ന്. മുത്തശ്ശിക്ക് ബാപ്പുവിനോട് എല്ലാം മുത്തശ്ശി പറയുക, ഐസ് മേടിച്ചു തരണം, പിന്നെ ഒരു മഞ്ച് മേടിച്ചു തരണമെന്നൊക്കെ. കൊച്ചിനൊന്നും മേടിച്ചു കൊടുക്കണം. അയ്യോ, പിന്നെ കൊച്ചിന് 2 മഞ്ചു വേണ്ട. ഇല്ല, വേണോ? പല്ലുവേനെടുക്കും. അയ്യോ എന്റെ ദൈവമേ. മുത്തശ്ശിക്ക് മേടിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോ പാപ്പുവിനെ കോക്കറി കാണിക്കുന്നത് കേട്ടോ. പാപ്പു അവക്ക് മാത്രമേ മേടിക്കാവുള്ളൂ. ആണ്ടേ, അയ്യോ എന്റെ വേല ചെയ്യുന്ന കയ്യാ തഴമ്പാന്ന്. അയ്യോ, ജാനിക്കില്ലേ? എന്നാ ചേട്ടായി വേണം, ജാനിക്കും വേണം. 2ാമത്തേന് എന്നോട് കോഡ് പറയുന്നത്. എനിക്കെൻ്റെ ഈ അപ്പച്ചയുണ്ട്, എനിക്ക് എന്നമ്മയുണ്ട്, തത്തമ്മയുണ്ട്, പൂഞ്ചോലയുണ്ട് പറയുന്നത്. അപ്പം ഞാൻ എന്നാണ്ടാ പറയുമ്പോൾ എനിക്ക് മുത്തശ്ശി ഉണ്ടെന്ന്. ഞങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിയുണ്ട്, എനിക്കും മുത്തശ്ശിയുണ്ട്. എനിക്ക് ഇപ്പൊ ഞാൻ പറയും ഇതാ എന്റെ മുത്തശ്ശി, കണ്ടോ? അത് ചൂനന്റെ മുത്തശ്ശിയാ. അത് ചൂനന്റെ മുത്തശ്ശിയാന്ന്. 80 ഡൈ ചെയ്യും. 80 ഡൈ ചെയ്യണ്ടേ?
ഇനി ഡൈ ചെയ്ത് കൊണ്ടുപോകും. ഇത് ഇവിടേക്ക് ഒന്ന് ചോപ്പിച്ച് അത് തന്നെ. ആ അതേ വന്നു കണ്ടോ എന്റെ കൊച്ചു വന്ന് ചൂപ്പിപ്പോ ചീകുന്ന ജീപ്പ് റോയ്ക്കകത്ത് എടുത്തിട്ടോ ഡ്രോയിങ് തുറക്കാൻ അറിയത്തില്ല എന്റെ പൊന്നെ. ഇനി അതുകൂടെ പറഞ്ഞു കൊടുക്കും. ഇച്ചിരി സ്നേഹം കാണിക്കുമ്പോഴേക്ക് എന്നെ അങ്ങോട്ട് ഡൈ ചെയ്തിട്ടുണ്ട്, അല്ല പൂങ്കോലി പോയി. നീ കാണണം കൊതിയായിരുന്നു രണ്ടാമത്തെ മരുന്ന്. ഇന്ന് 2 മരുമക്കളെ അപ്പുറത്ത് ഇപ്പുറത്ത് എത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇന്ന് ഫോട്ടോഷൂട്ടായിരുന്നോ നിങ്ങൾ പോയപ്പോഴൊക്കെ? എനിക്ക് വിശന്നിട്ട് വിറച്ചിട്ട് പള്ളി പോയി നല്ല വണ്ടിയാട്ടോ. അതെ സന്തോഷിനെ. നിങ്ങൾ ഇന്നാണല്ലോ നിങ്ങൾ ഓടുന്നതാണോ അല്ലേ? മഴയായതുകൊണ്ട് കവർ ചെയ്തിട്ടിരുന്നോണ്ട് കണ്ടില്ലേ? ആ ഒരു മോഡൽ എനിക്ക് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമുള്ള മോഡൽ. ഇപ്പൊ വന്നിരിക്കുന്ന മോഡൽ ഇഷ്ടമല്ല, അതിന് മുന്നിട്ടുള്ള മോഡൽ ഇഷ്ടമാണ്. ഹലോ. അങ്ങനെ അമ്മയുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ വരുന്നതിന്റെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാനായിട്ട് 1/4 മണിക്കൂറായി ഗൈസ്. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരിക്കും. ചേട്ടായി ആണെങ്കിൽ ചേട്ടൻ വരുന്നത് നോക്കി വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തിരക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യണം. എന്നാലും മാവക്കുട്ടൻ നമ്മുടെ വീട്ടിലോട്ട് ആദ്യം വരുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നോക്കി. നമ്മള് വീട് വെച്ചതിന് ശേഷം മാവക്കുടമ്പോ ഉപ്പറക്കേ വന്നിട്ടില്ലെന്ന് തോന്നല്ലേ? നമ്മുടെ ഇങ്ങോട്ടേക്കേ വന്നിട്ടില്ല കേട്ടോ. ഒത്തിരി നമ്മളുടെ കല്യാണത്തിന് വന്ന് എല്ലാം ചെയ്ത് 2 ദിവസം കൊണ്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ വീട്ടിൽ വന്നിട്ടില്ല. അപ്പൊ കോവിഡ് ടൈം ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കേട്ടോ. ഇവിടെ എങ്ങനെ ഞാൻ പോവാണ്ടിരിക്കും? അതാ വെല്ലുവിളിച്ച്. അതെ 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 പോവരുത്. അവര് വേണ്ട അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കറണ്ട് ബില്ല് വന്നതിന്റെ ചർച്ചയാണേ. ദേ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് ഈ ജീപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറാ. പിന്നെന്താ എടുത്തോ. അങ്ങനെ വേണ്ട അവരെത്തി കേട്ടോ. സന്തോഷമാൻ വരുവേ. സന്തോഷമാൻ കഴിക്കാറാകുമ്പത്തേക്ക് വരും കേട്ടോ. വന്നല്ലോ. എത്ര നേരം വെയിറ്റ് ചെയ്യുന്ന ഉച്ചകത്തുണ്ടാവും. പോയി സ്വീകരിച്ചിട്ട് വാ. അതെ സ്വീകരിക്കണം. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കണം. ആശാനാണോ ഫ്രണ്ട് ഇരുന്നേ? ബാബുക്കുട്ടമ്മ പാപ്പ തേങ്ങയൊക്കെ എടുത്തിട്ട് വരാൻ. തേങ്ങ കുഞ്ഞുനാത്തൂനെയാണോ? കുഞ്ഞുനാത്തൂനെ ആരതി ഒഴിയാനാണോ? എന്നോട് ഒന്ന് താലമൊക്കെ കൊണ്ടുവരാൻ. കുഞ്ഞുനാത്തൂന് ചേട്ടത്തിന്റെ ഒക്കെ ആരതി ഒഴിയ. നിങ്ങൾക്ക് നിർബന്ധമാണ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കേറി വരാന്നത്. അവിടെ കിടന്ന് അതെ അതെ. ഇവരെല്ലാം ഉടുപ്പൊക്കെ മാറിയോ? ഇവർ ഉടുപ്പ് മാറാൻ വേണ്ടി പോയതാണല്ലേ? ഇരട്ടകൾ. ചൂന ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇല്ല വെല്ലുമിച്ച് മാറുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ മാറിക്കോളാം. അംഗമാണ് ഗൈസ്. വന്നപ്പോഴത്തേക്ക് എന്തോ കൂട്ടത്തല്ലിന്റെ സൗണ്ട് ഉണക്കണ്ടല്ലേ? പക്ഷെ അല്ലാട്ടോ, വർത്താനം പറയുന്നതാണ്. തറ കെട്ടിപ്പോ വന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീടിന്റെ. ബാബുക്കുട്ടൻ ചേച്ചിനാണ് ഞാൻ കേക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് വിഷമമൊന്നുമില്ല. കൊണ്ടുപൊക്കോ 1-2 ആഴ്ച വളർത്തിയിട്ട് തന്നെ. അപ്പൊ ചേച്ചി പറയാം വളർത്തിയിട്ട് തരാൻ പറ്റില്ല. ഞാൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്കൊന്ന് ആലോചിക്കണം. ഞാനേ ഗസ്റ്റ് വീട്ടിൽ വന്ന് ഓർമ്മയുള്ളൂ കേട്ടോ. ഗസ്റ്റിന്റെ വണ്ടിയിൽ അമ്മ കയറി ഇരിപ്പുണ്ട്. കാരണം എല്ലാ വണ്ടിയും എനിക്കിപ്പോ ഒരു ഹരമായിട്ടുണ്ട്. ഇത് കൂടെ ഒന്ന് ഓടിക്കണമെന്നുണ്ട്. പിന്നെ പോട്ടെ കോട്ടയത്ത് ചെന്നിട്ട് നമുക്ക് ഓടിക്കാം. അതെ സംഭവം എനിക്ക് കത്തിയില്ല. കിയ തെറിച്ചു പോകും. കൊള്ളാം. എന്തായാലും ചുമ്മാ അമ്മയുടെ 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര സൗണ്ട് ആയിരിക്കും.
കേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓടിക്കും മമ്മി. തക്കോളവിടെ ഇതിന് താക്കോല് വേണ്ടടാ. ടാസി വിളിയടാ. അത് ടാസ്ക് ഇല്ലടാ. ഇനി ഇതാ കേറുമ്പോ എന്താ വന്നേ, ഇത് സംഭവം സെറ്റാട്ടോ. അത് അച്ചു ഉണ്ണിച്ചേട്ടായും കൂടെ മേടിച്ചു കൊടുത്താ അല്ലേ? മാക്കൂടെ ഞാൻ ജീപ്പ് കൊതിയെന്ന് മേടിച്ചു കൊടുത്താ, മക്കള് മേടിച്ചു കൊടുത്താ. കവറിനടി കവർ വിട്ട് സെറ്റാക്കി കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇത് ഓടിച്ചോണ്ടല്ലേ ഇന്നലെ വന്നു? ബാക്കുട്ടപ്പല്ലേ ഓടിച്ചോണ്ട് വന്നേ? ആണോ? ബാക്കുട്ടപ്പ ഇതുവരെ വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സൈൻപപ്പയും ബാക്കുട്ടപ്പ. സൈൻപപ്പ ഓടിക്കത്തില്ല എന്തോന്നല്ലേ? ഭയങ്കര പേടിയാ ബൈക്ക് പോകാനും വണ്ടി ഓടിക്കാനും എല്ലാം പേടി. ഒള്ളി ഓട്ടോറിക്ഷ, എവിടെ പോയാലും ഓട്ടോറിക്ഷയ്ക്ക് പോകും. ആ കാറ്, അതെ കാറ്. അതെ എന്തായാലും കൊള്ളാം. വിച്ചു ഇനി മറ്റേ ഫയർ എഞ്ചിൻ വിളി ഇത് നിറക്കണ്ടേ? ഞമ്മക്ക് കറങ്ങാൻ പോകാം. വരുന്നുണ്ടോ? ഉണ്ണിച്ചേട്ടാനെ വേണമെന്ന് വിളിച്ചോ, വണ്ടി ഒന്ന് ശരിക്ക് കണ്ടോളാ പറ. കറങ്ങാൻ പോകാൻ വരുന്നത്. ആ ഇനി ഇഷ്ടമാ. കൊച്ചിനെ ഇവിടെ ഞങ്ങൾ കറങ്ങാൻ പോവാ. കേട്ടൊന്നും വേണ്ട, ഞങ്ങള് കയറിക്കോളാം. ഞാൻ കുഞ്ഞുമാമയാന്ന് ഇവിടെ എല്ലാവരുടെയും വിചാരം. ഇതിലൊരു ട്രിപ്പ് പോവായിരുന്നു കേട്ടോ, നല്ല രസമായിരിക്കും. ഓഫ് റോഡൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? വാഗമണ്ണൊക്കെ അവര് വന്നപ്പോ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ പോയി ഇവിടെ ഓഫ് റോഡ് ഒന്നും ഇല്ലല്ലോ. അതുങ്ങൾക്ക് വല്ലതും കഴിക്കാനൊക്കെ കൊടുക്കും. പതിനഞ്ചും വിളിക്കണോ? വേണ്ട, എന്റെ ടാസ്കാ. ഞാൻ നോക്കി പുറത്തും പറയണേന്ന്. നല്ല സെറ്റാ കേട്ടോ. ജീപ്പ് എന്ന് പറയുമ്പോ വേറൊരു ലുക്കാ അല്ലേ? ഒരു ഓഫ് റോഡ് യാത്രയൊക്കെ. ഓഫ് റോഡൊക്കെ പോയി വാഗമൺ വഴി വന്നപ്പോ നല്ലല്ലേ? അമ്മ വന്നപ്പം സാധാരണ വരുമ്പോ എന്റെ നൈറ്റ് ഇട്ടാ തിരിച്ച് ഞങ്ങളോട് ജീപ്പാ കയറി പറ്റുമോ? ആ കൂട്ടത്തിന് പോണോ? കോട്ടയത്തിന് പോവാണോ അമ്മൂമ്മ? എന്നോട് അമ്മായിയോട് ഇച്ചിരി സ്നേഹം കൂടുതലാ. ഞാൻ പോവാ. എനിക്ക് ആമ്പിള്ളാരുടെ വീട്ടിൽ നിന്നാലേ ശരിയാവും. ഇവിടെ വന്നാലും മുള്ളേ നിൽക്കുന്നോട് ഒരു ദിവസം മഞ്ജു വരെ മേടിച്ചതാണ്. ഇപ്പൊ പറഞ്ഞ തലമുടി ടൈ ചെയ്യാം. നമ്മുടെ ബഹളം ആട്ടോ അവിടെ. ജാനിക്കുട്ടി എല്ലാവർക്കും ഓരോ കളിപ്പാട്ടം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടനും എന്നോട് ചോറുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം അവിടെ ഇരുന്ന് വർത്താനവും കാര്യങ്ങളും പറിച്ചില്ല. സന്തോഷം വന്നിട്ടില്ല. സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. വരുന്നത് കേട്ടോ. ഇവര് സെറ്റായിട്ടാടി വന്നേ. നൈറ്റ് കിട്ടുണ്ടോ വരാത്തെ? ചൂര അമ്മുന്റെ സ്പെഷ്യൽ കറി. ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് കൊടുക്കണേ. അവള് ചുമ്മാ പറഞ്ഞായിരുന്നു. വേണ്ട പാനിട്ടാ ഒന്നുകൂടെ തണുത്തിരിക്കണേ. സന്തോഷം വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് സന്തോഷം എന്നോട് വെയിറ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും ഇട ഉള്ളതുകൊണ്ടേ ഓരോരുത്തരും ഓരോ ട്രിപ്പ് കഴിച്ചു. ചട്ടിയും കൊണ്ട് പോയിട്ടുണ്ട് അവള്. അമ്മു ചട്ടിയും കൊണ്ട് തന്നെ പോയിട്ടുണ്ടടി. ഒരു കഷണം കൊടുക്കടി നോക്ക്. ഒരു കഷണം. അതെ, ചൂന അങ്ങനെ പറഞ്ഞു. ഒരു കഷണം തന്നേക്കാൻ. ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പത്രത്തിലെ ഒന്നും ആയില്ലല്ലോ. വെട്ടി ഒളിഞ്ഞു നോക്കുന്നു. എന്നാടി തന്നെ ഇരിച്ചിരിക്കുന്നേ? നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ആണോ? എല്ലാത്തിനും ഒരു കരിച്ചോണ്ട് എന്തായാലും കൊള്ളാം.
കണ്ടോ ഇതാ പഞ്ച് ഡയലോഗ് പറയുന്നത് കേട്ടോ. എടാ ഇത് കണ്ടോ ഇവള് പറഞ്ഞേ 5-8 കൂട്ടം കറിയുണ്ട്. എല്ലാം നല്ല അടിപൊളി കറിയാണ്. എങ്ങനെ വെച്ചു രാത്രി കേട്ടോ? രാത്രി ഒന്നും പറ്റിയില്ല. 6:30. അമ്മു സഹായിച്ചോ അതോ സിന്ധുവിന്റെ തന്നെ? അമ്മു ചെറുതായിട്ടൊക്കെ. അമ്മു അമ്പലത്തിൽ പോയില്ലേ, പിന്നെ ക്ലീൻ ചെയ്തൊക്കെ ആയിരുന്നു വന്ന്. കഴിച്ചോണ്ടിരിക്കുന്നു. കഴിച്ചോണ്ടിരിക്കുന്നത് അല്ല പറഞ്ഞ ഒരു വാക്ക് മാറിപ്പോയതാ. അല്ലെന്നേ അവള് അമ്മ കൊണ്ട് ഈ ചൂരക്കറി കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ വെച്ച കറി ഇത് ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെന്നാ. പച്ചടിയൊക്കെ അടിപൊളിയാണോ? ആണോ? മാങ്ങാച്ചാറ് അതൊക്കെ നല്ല അടിപൊളി പൈനാപ്പിള് ഞങ്ങളെല്ലാം കഴിച്ചെന്ന് ഓർത്താണ്. അല്ല കുഴപ്പമില്ല, അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് കൊടുക്കാം. മതി അത് മതി. എന്നെ ഞാൻ ചോദിച്ചോ? മത്സരം കേട്ടോ, ചിറ്റമ്മളോട് ഉമ്മ മത്സരം. ഓ ശൂത്രം പറയാടി ചെവിയില് ശൂത്രം പറയുന്ന ചേട്ടായി പോകാൻ ധൃതി വെച്ച് നിൽക്കുന്നത്. മിക്കവാറും വിഷ്ണു കൊണ്ടുകൊണ്ടി വരും പപ്പായ. അല്ല ചേട്ടായി പോകാൻ ധൃതി വെച്ച് നിൽക്കുന്നത്. സൂത്രം പറഞ്ഞു ചെവിയിലാണ് കടിച്ചു കുറിക്കുന്നത്. ആ ഇവക്ക് സ്നേഹം കൂടി അവൾ നക്കി കൂടി. ആ അതെ അതാ പറഞ്ഞ ഞങ്ങള് ഒരു ചപ്പാത്തി അമങ്ങുന്നതിന് മുമ്പ് കുട്ടാരം അവിടെ പോയി. ഇനിയിപ്പൊ വേണ്ടത് വന്നപ്പോഴേ പറഞ്ഞു. ഇപ്പൊ എല്ലാരും വച്ചവരാ കേട്ടോ. നമ്മൾ കണ്ടിട്ടുമില്ലല്ലോ നീ. കപ്പ വേവിച്ചത് ഞാന്, മീൻകറി വെച്ചത് ഞാന്, എല്ലാരും ആ കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അല്ല പിന്നെ അപ്പൊ എല്ലാം കഴിച്ചത് ഞാനൂന്ന്. ചേട്ടായി കുഴച്ചോണ്ട് കേട്ടോ. നല്ല അളിയൻ. നല്ലപോലെ കഴിച്ചോളൂ. എല്ലാം ഒന്നും വലിയ മെച്ചൊന്നും ഇല്ല. മൂത്തമ്മായി എല്ലാവർക്കും വിളമ്പി കൊടുത്തോണ്ടിരിക്കാനുണ്ടോ? ആ കപ്പ മാത്രം അടിപൊളിയാന്ന പപ്പ വേവിച്ചോണ്ട്. ആ ഇത് പ്രമോഷനായിട്ട് കൊണ്ടുവന്നാണ് ഗൈസ്. എല്ലാരും കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അവിടെ വാചകടിയാണ്. നല്ല രസമാട്ടോ. എല്ലാവരോടും കൂടിയിട്ട് അടിച്ചു പൊളിച്ചു കഴിച്ച് ഞങ്ങള്. അമ്മയുടെ കൊച്ച മിടുക്കി കേട്ടോ. ഉള്ളതും ഞല്ലതും മേടിച്ചു. ഇതാണ്ടേ അവിടെ നോട്ട് 2 പായസ പരിപാടി ഇതാണ്ട് കൊണ്ടിരുന്നത്. അതറിയത്തില്ലായിരിക്കും. അപ്പൊ അല്ല മിടുക്കി എന്റെ കൊച്ചാടി. അയ്യോ നല്ല ഐസ്ക്രീം അല്ലേ ചിപ്പി? എടാ എന്നാണല്ലേ ഇത്രയും പേരുള്ളതിൽ ഏറ്റവും ബെറ്റർ എടുത്തത് എന്റെ കൊച്ചതെ. അലത്തിട്ട് ആണോ? അയ്യോ നല്ലതാ അത്. അത് നല്ല സാധനമാ. ഉണ്ണിക്ക് വേണ്ടായിരുന്നോ? എടി നിനക്ക് വേണ്ടേടി? കമ്പുണ്ടല്ലേ ചിപ്പിയുടെ ഇതിലും കമ്പുണ്ടല്ലോ അല്ലേ? എവിടെയെങ്കിലും കാണും. അങ്ങനെ എടുത്ത് തപ്പിക്കും. അതുകൊണ്ടാ വേണ്ട അവര് പോകും. പോകാൻ നിക്കി. അപ്പൊ ഒരു കൂട്ടര് ബൈ ബൈ ഒക്കെ പറഞ്ഞു പോവും. ആമ പോകുന്നില്ലല്ലോ. അമ്മ 2 ആഴ്ച കഴിഞ്ഞ് വരാന്നോ? അങ്ങോട്ട് ചെന്നേക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ല ജീപ്പിന്റെ ഫ്രണ്ടിലോട്ട് കയറിക്കോ വിട്ടോ കോട്ടയം. അമ്മ കിട്ടുന്നത് ഞാൻ ഓഫ് റോഡ് യാത്രയൊക്കെ ചെയ്യിപ്പിച്ചവർ കൊണ്ടു പറന്നു പോകാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ. ചിപ്പിയും കൊച്ചുങ്ങൾ സൈക്കിൾ ഓടിയിട്ട് എല്ലാവരും പോകാൻ ഇറങ്ങി നിൽക്കുന്നു. അമ്മ പോകണ്ടെന്നുണ്ട്. ഇന്ന് സിന്ധു ഈ വന്നപ്പോ മുതൽ ഈ ഊഞ്ഞാലിലാണല്ലോ. അല്ല അവള് പാത്രം ഉണ്ടായിരുന്നു എല്ലാം കഴുകി വെള്ളം ഞാൻ ശരിക്കൊന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് പൈപ്പൊക്കെ തുറന്നു വെച്ചിട്ട് ആ ഊഞ്ഞാൽ അത് ശരി. അയ്യോ സത്യമാട്ടോ. എന്നറിയാം പാത്രം കഴിയുന്നൊന്ന് എടുക്കാഞ്ഞേ. ആ പാത്രം കഴിയുന്നൊന്ന് എടുക്കാഞ്ഞേനാ. അപ്പൊ ആരുടെ ഇവിടെ ഇറങ്ങുന്നുണ്ടോ? ആരുടെ ഇവിടെ പേടിയാണോ? പോളി വൈബാ എല്ലാം കൂടെ. എൻ്റെ അമ്മേ ഉണ്ടോ സന്തോഷത്തോടെ കാലം പിടിപ്പിക്കുക. ആ അത് അഴിച്ചാ മോനെ. ഡാറ്റയൊക്കെ പറഞ്ഞു പോകാൻ മനസ്സില്ലാതെ ഒരുത്തി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരുന്നോ ഞങ്ങള് പോയിട്ട് വരാം. അല്ല പിന്നെ എന്തേ അയ്യോ മാമിക്ക് ടാറ്റ കൊടുക്ക്. അയ്യോ ടാറ്റ പറ. ടാറ്റ സങ്കടമാടി. പോകുന്ന ഇഷ്ടമില്ലടി. അയ്യോ പോകുന്ന ഇഷ്ടമില്ലാരും. അയ്യോ പോകുന്ന ഇഷ്ടമില്ല. സങ്കടമായി. ആ എല്ലാരും വന്നാ നിന്നോണം. അതിന് ഉണ്ടോ മാമപ്പ ടാറ്റ കൊടുത്തിട്ട് വരാം. അതാ അപ്പം തന്നെ സതീശനെ കണ്ടിട്ട് കുറേ കാലമായി. ഞാൻ ക്യാമറ ഓണാക്കാതെ എത്രയും നേരം വലിയ വാച പിടിച്ച് വീഡിയോ എടുത്തേ. ചൂനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. ഓക്കെ ഓക്കെ മോനെ. സന്തോഷമാ വരുന്നില്ലേ? അച്ഛൻ വരുന്നില്ലേടി അല്ലേ? ആരാ കുടിയാനാണോ എടുക്കുന്നത്? വണ്ടി ഉണ്ണിയാണോ കയറിയേ ഫ്രണ്ടി? പിന്നെ ശാന്തകുഞ്ചിൻ്റെ ഫ്രണ്ടിൽ കയറി. ആ എല്ലാരും കൂടെ പുറകെ കയറിയാൽ പറ്റത്തില്ല. വണ്ണ കറക്റ്റ് അറിഞ്ഞായിരുന്നു. അയ്യോ പറയാന്ന് പറഞ്ഞ ഒച്ച. ഒരു ടാറ്റ കൊടുക്ക്. അയ്യോ അവർക്ക് സങ്കടം വന്നു കേട്ടോടി. എന്നത് അവര് പോയത് ഇഷ്ടപ്പെട്ടു. അതെ അപ്പൊ വേണ്ട അവരതുങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പം അതെ 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 അതെ. അപ്പം അതുങ്ങൾ വേണ്ട അങ്ങോട്ടേക്ക് പോകുന്നു. കോട്ടയം പോകുന്നു. നല്ലതാണ് ജീപ്പ്. ഓ എന്നാലും അപ്പനെ ആഗ്രഹം പറഞ്ഞോണ്ടേ മേടിച്ചു കൊടുത്തില്ലേ? എല്ലാ വണ്ടിയുണ്ട്. നല്ല കളറുന്നല്ലോ അല്ലടി. അപ്പൊ എല്ലാവരും പോയേ. എന്തോ ഒരു എന്താ പറയാ ഒരു വലിയ മഴയൊക്കെ ഇങ്ങനെ ഇടിമിന്നലും ഒക്കെ ഇങ്ങനെ പെയ്തിട്ട് പിന്നെ പെട്ടെന്ന് നിക്കത്തില്ലേ ആ ഒരു പ്രകൃതി ഉണക്കല്ലേ. എനിക്കതൊരു സുഖമില്ല, ഒരു സങ്കടം വരുന്നത്. സങ്കടക്കാരൻ അത്ര നല്ലപ്പായിരുന്നു. എന്തോ വലിയ ഫംഗ്ഷൻ നടന്ന ഒരു വീട് എനിക്കങ്ങനെ സത്യം പറഞ്ഞ ഒരു വിശേഷമല്ല. അടുത്ത മാസമൊക്കെയാണ് പിന്നെ വിശേഷം. പക്ഷെ ഒരു വിശേഷമല്ല. ചുമ്മാ ശാന്തയമ്മ വിളിച്ചിട്ടൊന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നാ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സന്തോഷമാനോടെയും കൂടി ഇന്ന് അവര് ഉച്ചക്ക് മുമ്പായിട്ട് കുട്ടായിപ്പാട് അവിടെയും കൂടി ഉച്ചക്ക് നമ്മളവിടെയും കൂടി അവര് പോയി കേട്ടോ. തിരിച്ചു പോവാണ്. കുട്ടായ്മാനും ഒത്തിരി നാൾ കൂടിയാ വന്നേ. കുട്ടായിപ്പ ഒത്തിരി നാൾ കൂടി കേട്ടോ. സമയമില്ലെന്നേ. വരാൻ പറ്റത്തില്ലെന്നേ. പട്ടിക്കുഞ്ഞുങ്ങളും തിരക്കും കാര്യങ്ങളും പണിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർക്ക്. എന്തായാലും ഇന്ന് പെരക്കകത്ത് എനിക്കും ഒരു വിഷമം. ജോലി സങ്കടപ്പെട്ടു പോയി കട്ടിലേ കയറി കേട്ടോ. എനിക്ക് ശങ്കീന്നൊരു വിഷമം ദിങ്ങുവാ. എങ്ങനടിക്കുന്നു എങ്ങനടിക്കുവാ. അവർ ആരും പോയത് ഇഷ്ടപ്പെട്ടില്ല. ചിപ്പിനെ അതെ മറ്റേ നിധിനെ അതെ. അവള് പക്ഷെ മറ്റവളെ ഇന്നലെ കണ്ടതല്ലോ. ഭയങ്കര കൂട്ടായി. അപ്പൊ എന്നാ ഒരു വൈൻഡപ്പ് കൊടുത്തേ. നമ്മുടെ വിശേഷമൊക്കെ ഇങ്ങനത്തെ തകർത്ത വിശേഷങ്ങളായിരുന്നു. എത്രമാത്രം വോയിസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അറിയില്ലോ. അമ്മാതിരി അലപ്പായിരുന്നു. ഒരാളെ ചക്കാന്ന് പറയുമ്പോൾ മാങ്ങാന്ന് പറയും, ഇപ്പഴത്തെ ആളെ തേങ്ങാന്ന് പറയും. ഇതായിരുന്നു അവസ്ഥ. സത്യം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മൊത്തം വിയർത്തൊലിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊന്ന് പോയി ഫ്രഷ് ഒക്കെ ആവട്ടെ. ബൈ ഗൈസ്.